ഹായ് നന്ദു. ഇവിടെ സ്കോട്ട്ലൻഡ് വന്നിട്ട് എന്തോ പൊളിറ്റിക്കൽ വലിയ പൊസിഷനൊക്കെ കിട്ടിയെന്നോ കേട്ടു. ശരിയാണോ? മിസ് ബി ആണ്. Okay. എം പി എന്ന് വെച്ചാൽ മെമ്പർ ഓഫ് ദി പാർലമെന്റ് ആണ്. ഞാൻ മെമ്പർ ഓഫ് ദി സ്കോട്ടിഷ് യൂത്ത് പാർലമെന്റ് ആണ്. സോ സ്കോട്ടിഷ് പാർലമെന്റിനെക്കാട്ടും ഒരു വർഷം മുന്നേ തുടങ്ങിയതാണ്. സോ സ്കോട്ടിഷ് യൂത്ത് പാർലമെന്റ് ആണ് ബേസിക്കലി എൽഡർ വൺ. സോ സ്കോട്ടിഷ് യൂത്ത് പാർലമെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കോട്ട്ലൻഡിലുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഓരോരോ കോൺസ്റ്റിറ്റ്യുവൻസിന്ന് വെച്ച് ഒന്നോ രണ്ടോ പിള്ളേരെ അവിടുത്തെ സ്കൂൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ യൂത്ത് സ്റ്റുഡൻസ് തിരഞ്ഞെടുക്കും. ഇലക്ഷനിൽ നിന്ന് ക്യാമ്പയിൻ ചെയ്ത് തിരഞ്ഞെടുക്കും. ആ ഇലക്ഷനിൽ ജയിച്ച കുട്ടികൾക്ക് 4 ഇയർ 4 to 5 ഇയർ മെമ്പർഷിപ്പാണ്. ഈ 4 to 5 ഇയേഴ്സിൽ നമുക്ക് പാർലമെന്റ് പോയിട്ട് നമുക്ക് നമ്മുടെ മോഷൻസിനെ കുറിച്ച് സംസാരിക്കാം. ആ മോഷൻസിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒപ്പോസ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് പുതിയ പുതിയ ലോക്കൽ MPs ആയിട്ട് നമുക്ക് സംസാരിക്കാം. അവരുടെ ഒപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിൽ പിള്ളേർക്ക് വേണ്ട ആവശ്യങ്ങൾ നമുക്ക് അവരോട് പോയി പറയാം. സോ ബേസിക്കലി ഒരു എം പി എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. സെയിം പ്രൊസീജിയേഴ്സ് ആണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. എക്സെപ്റ്റ് പാർലമെന്റിന് പകരം യൂത്ത് പാർലമെന്റ് ആയിട്ടാണ്. കൂടുതൽ പറയാൻ വേണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ മെമ്പർഷിപ്പിൽ ഒരു വർഷം 2 സിറ്റിങ്സ് ഉണ്ട്. ഫസ്റ്റ് സിറ്റിംഗ് ഒരു ലോക്കൽ കൗൺസിലായിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റേർലിംഗിലായിരുന്നു. സ്റ്റേർലിംഗിൽ ഒരു സ്കൂളിൽ പോയി നമ്മൾ മോഷൻസ് ചെയ്തു. ക്യാമ്പയിൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ മെൻ്റൽ ഹെൽത്ത് ക്യാമ്പയിന് വേണ്ടി അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ഗ്രൂപ്പിലുണ്ട്. പിന്നെ SQA അഡ്വൈസറി ഗ്രൂപ്പിലുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ SQA എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ സിലബസിലത്തെ അഡ്വൈസറി ഗ്രൂപ്പ്. നമ്മൾ വെച്ചാൽ ഈ സിലബസിലെ ലീഡേഴ്സിനോട് നമ്മൾക്ക് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ആവശ്യങ്ങൾ പറയും, കൺസേൺസ് ആൻഡ് ആവശ്യങ്ങൾ പറയും. ഇപ്പോൾ എക്സാംസിന് ഇങ്ങനെ എക്സ്ട്രാ ടൈം വേണം, അങ്ങനത്തെ കൺസേൺസ് പറയും. പിന്നെ ജസ്റ്റിസ് ഗ്രൂപ്പിലുണ്ട്. ജസ്റ്റിസ് ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത് ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ആണ്. അത് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യാം, ടീച്ചർക്കൊക്കെ എങ്ങനെ സ്റ്റുഡൻസിനൊക്കെ അങ്ങനത്തെ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ഉള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം, അങ്ങനത്തെ ട്രെയിനിങ് ഫോർ സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി അടുത്തത് നമുക്ക് സെപ്റ്റംബറിൽ ഒരു സിറ്റിംഗ് ഉണ്ട്. പാർലമെന്റിലായിരിക്കും പൊട്ടൻഷ്യലി. ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും പുതിയൊരു മോഷൻ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സിനും സ്കോട്ട്ലൻഡിലെ എല്ലാ ടീച്ചർമാർക്കും മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കുന്നു. ഇൻ ദ സെൻസ് ലൈക്ക് സ്കൂളിൽ നമ്മൾ കൗൺസിലായിട്ട് പേ ചെയ്യുന്ന തെറപ്പിസ്റ്റ് സ്കൂളിലോട്ട് കൊണ്ടുവന്നു ടീച്ചർമാർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടും ഇനി എക്സാംസ് ഒക്കെ കഴിഞ്ഞ് ഈ മോഷൻ ഡിസ്കസ് ചെയ്ത് ഈ പാർലമെന്റിൽ കൊണ്ടുപോയിട്ട് പാസ്സാക്കാൻ വേണ്ടിയാണ് നമ്മൾ രണ്ടുപേരും. അതെ, അത് വളരെ നല്ല കാര്യം. നമ്മൾ കൺഗ്രാജുലേഷൻസ് ആസ് വെൽ. ഇങ്ങനെ ഒരു നല്ലൊരു പൊസിഷനിൽ ഇന്ത്യൻ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്ക്. പക്ഷെ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് എങ്ങനെയാണ് വന്നത്? സ്വയം ഇങ്ങനെ അങ്ങനെ ആരെങ്കിലും എൻകറേജ് ചെയ്തോ? സ്കൂളിൽ ആരെങ്കിലും? അത് സ്കൂളിലായിരുന്നു. സ്കൂളിൽ ഞാൻ കഴിഞ്ഞ അങ്ങേ വർഷം 2023 ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ S4 S3 ആയിരുന്നു. അപ്പോൾ എൻ്റെ മോഡേൺ സ്റ്റഡീസ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എനിക്ക് തോന്നുന്നു ലൈക്ക് നമ്മളെല്ലാവരും കൂട്ടി ഐ തിങ്ക് യു ബി ബെറ്റർ കാൻഡിഡേറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഇതിൻ്റെ സീരിയസ്നെസ്സോ അല്ലെങ്കിൽ ആ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ യെസ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. അങ്ങനെ ഇലക്ഷൻ്റെ ആ ഒരു ക്യാമ്പയിൻ ടൈമായി. ഞാൻ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കി. ഇൻ ദ സെൻസ് ലൈക്ക് എൻ്റെ ഈ ജനറേഷൻ സ്കൂളിലൊക്കെ എൻ്റെ ജനറേഷൻ പിള്ളേരാണല്ലോ. അപ്പോൾ നമുക്ക് ഓബ്വിയസ്ലി ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇമേജസ് അല്ലെങ്കിൽ മീംസ് ഒക്കെ ആയിരിക്കും നമുക്ക് യൂഷ്വലി ഇഷ്ടമുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ വെച്ച് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫൺ ആൻഡ് പോപ്പ് ആയിട്ടുള്ളൊരു ക്യാമ്പയിൻ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കി സ്കൂളിൽ എല്ലായിടത്തും വെച്ചു. സ്പീച്ചസ് ചെയ്തു, അസംബ്ലിയിലൊക്കെ പോയി സംസാരിച്ചു, ക്ലാസ്സിൻ്റെ അകത്തൊക്കെ കയറി സംസാരിച്ചു, എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തു. എല്ലാ ഇലക്ഷൻ ഇപ്പൊ MPs എങ്ങനെ ഇലക്ഷൻ നിൽക്കുന്നു ആ സെയിം പ്രൊസീജിയേഴ്സ് ആണ് നമുക്കും. നമ്മൾ സ്കൂളിലോട്ട് പിന്നെ ബാലറ്റ് ബോക്സ് കൊണ്ടുവന്നു. ബാലറ്റ് ബോക്സിൽ എല്ലാവരും ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ വോട്ട് ചെയ്യണം, ബാലറ്റ് ബോക്സിൽ എത്തിയിടണം. അത് കൊണ്ടുപോയിട്ട് ഒരു സർട്ടൻ ഡേറ്റ് ആകുമ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ്റെ അകത്ത് പോകണം. എന്നിട്ട് അവർ നമുക്ക് റിസൾട്ട് ഇങ്ങനെ പറഞ്ഞുതരും. അപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഈസ്റ്റ് കിൽബ്രൈഡ് ആണ്. അപ്പോൾ ഐ എം ദി മെമ്പർ ഓഫ് ദി സ്കോട്ടിഷ് യൂത്ത് പാർലമെന്റ് ഫോർ ഈസ്റ്റ് കിൽബ്രൈഡ്. അപ്പോൾ അവിടെ ഒരു 4-5 സ്കൂളിൽ നിന്ന് നമ്മൾ എല്ലാവരുമായിട്ടൊരു 5-6 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. 5-6 കാൻഡിഡേറ്റ്സിൽ എനിക്കാണ് സെക്കൻഡ് മോസ്റ്റ് വോട്ട്സ് കിട്ടിയത്. വേറൊരു ചെറുക്കനുണ്ടായിരുന്നു, കോണൽ മക്ലൗഡ്. ആ ചെറുക്കൻ ഞാനാണ്. നമ്മൾ രണ്ടുപേരും ഈസ്റ്റ് കിൽബ്രൈഡിൽ നിന്നും MSP. അപ്പോൾ MSYP നിന്ന് നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ലോ സെക്ടറിൽ കയറാനാണെങ്കിൽ നമുക്ക് ഇതൊക്കെ നമ്മുടെ CV-ൻ്റെ അകത്ത് ഇടാൻ പറ്റും. ഇതൊക്കെ വോളണ്ടിയറിങ് ആണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പൈസ കിട്ടത്തില്ല, വോളണ്ടിയറിങ് ആണ്. പക്ഷെ നമ്മൾ സാൽറ്റാർ അവാർഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതൊരു ഓർഗനൈസേഷനാണ്. നമ്മൾ വോളണ്ടിയറിങ് അവേഴ്സ് നമുക്ക് കിട്ടാം, സാൽറ്റാർ അവാർഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ CV-ക്കൊക്കെ നല്ലതാണ്.
പിന്നെ നമുക്ക് UK ആവാം, എന്ന് വെച്ചാൽ യുണൈറ്റഡ് കിങ്ഡം യൂത്ത് പാർലമെന്റ്. UK-ലും യൂത്ത് പാർലമെന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് MSYP ആവാം, സ്കോട്ടിഷ് യൂത്ത് പാർലമെന്റിലാവാം, UK യൂത്ത് പാർലമെന്റിലും മെമ്പർ ആക്കാം. രണ്ടും ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. സ്കോട്ട്ലൻഡ് വന്നിട്ട് എത്ര നാളായി? ഇപ്പോൾ ഇവിടെ വന്നിട്ട് 3 years ആവാറായി. 3 years ആയി. അപ്പൊ അതിനു മുമ്പ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ദുബായിലാണല്ലോ. എങ്ങനെയുണ്ട് ദുബായ് ആൻഡ് ലൈക്ക് UK ഡിഫറൻസ്? എവിടെയാണ് ഇഷ്ടപ്പെട്ടത്? ഞാൻ പേഴ്സണലി അവിടെ തന്നെ ജനിച്ചു വളർന്നതുകൊണ്ട് എനിക്ക് UAE ആണ് പേഴ്സണലി ഇഷ്ടം. ഡസന്റ് മീൻ എനിക്ക് സ്കോട്ട്ലാൻഡ് ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത് മോർ UAE-ലാണ്. അവിടുത്തെ ലൈഫ് സ്റ്റൈലും അവിടുത്തെ സ്റ്റഡീസ് ആണെങ്കിലും അവിടുത്തെ ഫ്രണ്ട്സ്, ഫാമിലി, ഔട്ടിങ്സ്, അതൊക്കെ എനിക്ക് കൂടുതൽ UAE-ലാണ് ഇഷ്ടം സ്കോട്ട്ലൻഡിനെക്കാട്ടും. ഇവിടുത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്, ലൈക്ക് അവിടുത്തെ ഫുഡും പിന്നെ അവിടുത്തെ സ്ട്രീറ്റ് ആണെങ്കിലും അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റും പിന്നെ അവിടുത്തെ ആ പേവ്മെൻറ്റും അതൊക്കെ എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്. അപ്പോൾ അവിടുത്തെ എല്ലാം ഫുഡും ഷവർമയും ചൈൽഡ്ഹുഡും എല്ലാം മിസ്സാവുന്നുണ്ട് വീടൊക്കെ. അറ്റ്ലീസ്റ്റ് UK-ൽ വന്നിട്ട് ഇവിടെ എസ്പെഷ്യലി ഇപ്പോൾ സ്കോട്ട്ലൻഡിലാണല്ലോ, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ ഇവിടെ? UK-ൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടോ? എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്നത് CBSE സിലബസ് ആയിരുന്നു, ഇന്ത്യൻ സിലബസ് ആയിരുന്നു. ഇവിടെ സ്കോട്ടിഷ് സിലബസ് ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആണ്. കാലം മാറും തോറും സിലബസ് മാറുന്നുണ്ട്. കുറേ സബ്ജക്ട്സ് ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സയൻസ് ബേസ്ഡ്, മാത്സ് ബേസ്ഡ് മാത്രമല്ല, ആർട്ട് ഉണ്ട്, ഡാൻസ് ഉണ്ട്, അതിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ക്രിമിനോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്. ഇതൊക്കെ നാട്ടിൽ പഠിക്കുമ്പോൾ നമുക്കിതൊക്കെ യൂണിവേഴ്സിറ്റീസ് മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ സ്കൂളിലൊക്കെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കുറേ ലൈക്ക് ചാൻസസ് ഒക്കെ ഉണ്ട് നമുക്ക്. അല്ലാതെ നമ്മൾ ജസ്റ്റ് പഠിച്ച് പാസ്സാവുന്നു, കോളേജിൽ പോകണം അത്രയല്ല, നമുക്ക് കുറേ അഡ്വാൻസ് ചെയ്യാൻ പറ്റും, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവിടെ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ഭയങ്കര പാടാണ്. ബിക്കോസ് അവിടുത്തെ ഞാൻ അവിടെ CBSE പഠിച്ചുകൊണ്ട് ഇറ്റ്സ് മെയിൻലി ലൈക്ക് ജസ്റ്റ് എഡ്യൂക്കേഷൻ. നമ്മൾ പഠിക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, എക്സാം ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു, പഠിക്കുന്നു, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ടും അങ്ങനെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മുടെ ഹോബീസ് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാനും പാഷൻ ലൈക്ക് ഇൻ സെൻസ് ലൈക്ക് മ്യൂസിക്, ഡാൻസ്, ആർട്ട് അങ്ങനത്തെ ഒന്നും അവിടെ ഇല്ല. ഇറ്റ്സ് മെയിൻലി ജസ്റ്റ് സ്റ്റഡീസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി UAE-ൽ ഉണ്ടായിരുന്നെങ്കിൽ, ലൈക്ക് എൻ്റെ സ്കൂളിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തേനെ. ബിക്കോസ് ലൈക്ക് ഇവിടുത്തെ എങ്ങനെയാണ്, ഹൗ ലൈക്ക് വെൽക്കമിങ് ആണ്, അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ? ഇവിടെ എല്ലാവരും വെൽക്കമിങ്. ഇവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര നൈസാണ്. ലൈക്ക് അവരോടൊപ്പം നമ്മൾ അവരോട് നന്നായി ഇരുന്നാൽ അവർ നമ്മൾ തിരിച്ചുകൊണ്ട് നല്ലതായിട്ട്. അവിടെ എല്ലാവരും ഭയങ്കര നല്ല ക്യൂട്ട്, എല്ലാവരും നല്ല ആൾക്കാർ. ട്രീറ്റ് വെരി നൈസ്. എസ്പെഷ്യലി എൻ്റെ ഏജിലെ പിള്ളേര് നമ്മൾ വിചാരിക്കും ലൈക്ക് ഭയങ്കര ലൈക്ക് റേസിസ്റ്റ് ആയിരിക്കും, അങ്ങനത്തെ ഒരു കാര്യമില്ല. ബിക്കോസ് എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇലക്ഷന് നിൽക്കുന്നുണ്ട്, എല്ലാവരും ആദ്യം വിചാരിച്ചു എനിക്ക് കിട്ടത്തില്ലായിരിക്കും. ബിക്കോസ് ഇത്രയും ലൈക്ക് ഒരു വൈറ്റ് കൺട്രിയിലും ഭയങ്കര ന്യൂ ആ, അപ്പോൾ എനിക്ക് കിട്ടത്തില്ലായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഫോർ സം റീസൺ എനിക്ക് തോന്നുന്നു എന്റെ സ്കൂൾ നല്ലപോലെ വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട UK-ല്? എനിക്ക് UK-ലത്തെ നേച്ചർ, ഇവിടുത്തെ ഇപ്പോൾ സ്കോട്ട്ലൻഡ് ഇപ്പോൾ നല്ല രസം ഇവിടെ ഒക്കെ കാണാൻ. ലൈക്ക് ഇപ്പോൾ ദുബായിലാണെങ്കിൽ എപ്പോഴും ഭയങ്കര ഹോട്ടാണ്. എനിക്ക് ചൂടത്തെ പ്രശ്നമില്ല, എന്നാലും നമുക്ക് മാൻമെയ്ഡ് അല്ലാതെ അവിടെ എന്താ നേച്ചറായിട്ട് ഇപ്പോൾ ഫോറസ്റ്റോ അല്ലെങ്കിൽ ലൈക്ക് നല്ല റിവേഴ്സോ ലേക്സോ അങ്ങനെ അത്രയും പ്രത്യേകിച്ചില്ല. കാണാൻ നല്ല രസമാണെങ്കിലും 90% തിങ്സ് ആർ മാൻമെയ്ഡ്. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഇവിടെ എല്ലാം നല്ല നേച്ചർ എല്ലാം ഫുള്ളും. നമുക്ക് ഇച്ചിരി ഒരു ഫ്രഷ് എയർ വേണമെങ്കിലോ അല്ലെങ്കിൽ ലൈഫ് ഇസ് ഗെറ്റിംഗ് ടു ടഫ് ആൻഡ് യു ജസ്റ്റ് നീഡ് എ ടൈം ഓഫ്, യു ക്യാൻ ജസ്റ്റ് ടേക്ക് യുവർ കാർ ആൻഡ് ദെൻ യു ക്യാൻ ജസ്റ്റ് കം ഹിയർ. ലൈക്ക് നല്ല രസം ഇവിടെയൊക്കെ റിലാക്സ് ഒക്കെ ചെയ്യാനൊക്കെ. ഓൾ ദി ബെസ്റ്റ്. UK-ലാണേലും UAE-ലാണേലും സെറ്റിൽ ചെയ്യാൻ നല്ലൊരു, എവിടെയാണേലും നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ എവിടെയാണെന്ന് നമുക്ക് ഫ്യൂച്ചറിൽ ചിലപ്പം മൈൻഡ് ചേഞ്ച് ആവാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യു. താങ്ക് യു.